പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ നമുക്കൊരവസരം കൂടി കർത്താവ് തന്നു. ജീവിതയാത്രയിൽ നമുക്ക് ലഭിക്കുന്ന സമയങ്ങളെല്ലാം എത്ര ശ്രേഷ്ഠമാണ്. മാത്രമല്ല, നമുക്കൊരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ എത്ര വലിയ ഭാഗ്യമാണ്. ക്രിസ്തുവിലല്ലാത്തവരെല്ലാം പാപത്തിൽ ജീവിച്ച് നിത്യ നരകത്തിലേക്ക് പോവുകയാണ്. എന്നാൽ ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് പലപ്പോഴും പലതിലും നമ്മൾ തെറ്റിപ്പോകാം. അങ്ങനെ വരാതെ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ എത്രമാത്രം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് പലപ്പോഴും പല മുന്നറിയിപ്പുകളെയും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവഗണിക്കുന്ന നിമിത്തമായിട്ട് നമ്മൾ അനുഭവിക്കേണ്ട യഥാർത്ഥ സന്തോഷം സമാധാനമൊക്കെ ആസ്വദിക്കാൻ കഴിയാതെ ജീവിക്കുന്ന അനേക ക്രിസ്ത്യാനികളെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് ഞാൻ കർത്താവ് പറഞ്ഞ ഒരു ചെറിയൊരു മുന്നറിയിപ്പ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. അത് യിരെമ്യാ പ്രവചനം 9-ാം അധ്യായം 23-24 വാക്യങ്ങളാണ്. യിരെമ്യാ ചാപ്റ്റർ 9, 23-24. അപ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. അപ്പോൾ ഇവിടെ 3 അരുതുകളാണ്. അതെല്ലാം ഒരു രീതിയിൽ വളരെ കൽപ്പനാസ്വരൂപമാണ്. ശ്രദ്ധിക്കണേ. ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ, യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. അതിലാണ് ദൈവത്തിന് പ്രസാദമുള്ളത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ എത്രമാത്രം നമ്മൾ സൂക്ഷ്മതരായിരിക്കണം. പലപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങളും വിവേചിച്ചറിയേണ്ടത് ദൈവാത്മാവിലാണ്. എന്നാൽ ഈ ലോകത്തിൻ്റെ ജ്ഞാനികൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ അവരുടെ ജ്ഞാനത്തിലേക്ക് ആശ്രയിക്കുമ്പോൾ ജ്ഞാനപരമായിരിക്കുന്ന ഒരു വ്യാഖ്യാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ വലിയ വീഴ്ച ഉണ്ടാവും. ദൈവം ഒരിക്കലും അർത്ഥമാക്കാത്ത കാര്യങ്ങളായിരിക്കും ഈ ജ്ഞാനികൾ പറയുന്നത്. മാത്രമല്ല, ഈ ജ്ഞാനം അവരെ ദൈവത്തിൽ നിന്ന് അകറ്റാനും ഇടയുണ്ട്. കാരണം അതുകൊണ്ടായിരിക്കുമല്ലോ പൗലോസ്ലീഹ ഒരു തക്കതായ മുന്നറിയിപ്പ് തിമോത്തിയോസിന്റെ ലേഖനം 1-ാം ലേഖനം 6-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 6 വേഴ്സ് 20-21. അല്ലയോ തിമോത്തിയോസേ, നിന്റെ മക്കൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനമെന്ന് വ്യാജമായ പേർ പറയുന്നതിന്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ടു തെറ്റിപ്പോയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ജ്ഞാനികൾ അനേക വിധത്തിലുള്ള വാദങ്ങളിലേക്കൊക്കെ തിരികെയും അവസാനം അവർ തന്നെ വിശ്വാസത്തിൽ നിന്ന് വീണു പോവുകയും ചെയ്യുന്ന അനുഭവം അത് നമുക്ക് നമ്മുടെ ഈ തലമുറയിൽ അനേകരുടെ ജീവിതത്തിൽ, ഞാൻ ആരുടെയും പേരെടുക്കുന്നില്ല, എന്നാലും ആത്മീയ ഗോളത്തിലൊക്കെ ഒരു സമയത്ത് നല്ലതുപോലെ പ്രശോഭിച്ചിരുന്ന പലരും എനിക്കെന്തോ അറിയാമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ വീഴുവാനിടയായി. ദൈവമക്കളെ, നമ്മൾ ഒരു രീതിയിലും നമ്മൾ ഈ ജ്ഞാനം കടന്നു വരുമ്പോൾ ആ ജ്ഞാനം ചിലപ്പോൾ നമ്മളെ നിഗളികളാക്കി മാറ്റും. എനിക്കെല്ലാം അറിയാവുന്നൊരു ഭാവം ഉണ്ടാവും. നമുക്കറിയാം, യേശയ്യാ പ്രവചനത്തിൽ യേശയ്യാവ് ഒരു മുന്നറിയിപ്പ് തരുന്നത്, യേശയ്യാ പ്രവചനം അതിന്റെ 47-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വളരെ ശ്രദ്ധേയമാണ്. യേശയ്യാ 47:10. നീ നിന്റെ ദുഷ്ടതയിൽ ആശ്രയിച്ച് ആരും എന്നെ കാണുന്നില്ല എന്ന് പറയുന്നുവല്ലോ. നിന്റെ ജ്ഞാനവും നിന്റെ വിദ്യയും നിന്നെ തെറ്റിച്ചു കളഞ്ഞു. ഞാൻ മാത്രം, എനിക്ക് തുല്യനായി മറ്റാരുമില്ല എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞു. എത്ര ഭയങ്കരല്ലേ നമ്മൾ ചിന്തിക്കുക. ഈ ജ്ഞാനികളോട് അവർക്കെല്ലാം അറിയാവുന്നുള്ള ആ ഭാവമുള്ളവരോട് കാര്യങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ്. അതിനോട് തുല്യമായ ഒരു കാര്യം തന്നെ യിരെമ്യാ പ്രവചനം അതിന്റെ
8-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ, യിരെമ്യാവ് 8:9, ജ്ഞാനികൾ ലജ്ജിച്ച് ഭ്രമിച്ച് പിടിപ്പെട്ടു പോകും, അവർ യഹോവയുടെ വചനം ധിക്കരിച്ചു കളഞ്ഞുവല്ലോ, അവർക്ക് എന്തൊരു ജ്ഞാനമുള്ളൂ. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നാട്ടിൽ ചെന്നിങ്ങനെ സുവിശേഷം അറിയിക്കുമ്പോൾ എന്നെ ചേർത്തല സെന്റ് മൈക്കിൾ കോളേജിൽ പഠിപ്പിച്ച ഒരു പ്രൊഫസർ, ആ പ്രൊഫസറിൻ്റെ വീട്ടിൽ ഡൊമിനിക് സാർ എന്ന് പറയും, വളരെ നല്ല ജ്ഞാനിയും പണ്ഡിതനുമായ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ സുവിശേഷം പറയാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോമി, നിനക്കറിയാമല്ലോ ഞാൻ ആരാന്ന്, നീ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കാമോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ സൗമ്യനായ മനുഷ്യനാണ്. എന്നാലും തന്നോട് ഞാൻ സുവിശേഷം പറയാൻ ചെന്നത് പുള്ളിക്കാരന് വളരെ പുച്ഛമായിട്ട് തോന്നി. അപ്പോൾ കാരണം താൻ വളരെ ജ്ഞാനിയായ മനുഷ്യനാണ്, നാട്ടിലൊക്കെ വളരെ ആ കാര്യത്തിൽ പ്രസിദ്ധനാണ്. മാത്രമല്ല മലയാളത്തിലുള്ള ഓശാന ബൈബിൾ പരിഭാഷയിൽ അദ്ദേഹത്തിനൊരു മുഖ്യ പങ്കുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ശ്രേഷ്ഠനായ മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്, നല്ല സ്വഭാവമുള്ള മനുഷ്യനാണ്. എന്നാൽ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ, സാറ് വീണ്ടും ജനിച്ചോ? എടാ, നമ്മളൊക്കെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും വീണ്ടും ജനിച്ചവരാ. നോക്കുക അദ്ദേഹത്തിൻ്റെ അറിവ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, സാറേ, അങ്ങനെയല്ലല്ലോ വേദപുസ്തകം പഠിപ്പിക്കുന്നേ. നമ്മൾ ഈ ജഡത്തിൽ ജനിച്ചപ്പോഴേ നമ്മൾ ആരും ക്രിസ്ത്യാനികളായിട്ട് ജനിക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു ക്രിസ്ത്യാനിയായി തീരേണ്ട ഒരു അനുഭവമുണ്ട്. നമ്മൾ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സാറിന് അറിയാവോ? മാത്രമല്ല, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്നാ പറയുന്നത്, 2 കൊരിന്ത്യർ 5:17. നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ ആർക്കും കഴിയില്ല എന്ന് കർത്താവ് നിക്കോദമസ് എന്ന് പറഞ്ഞ ഉപദേഷ്ടാവിനോട് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് വീണ്ടും ജന്മം അനിവാര്യമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുക, അതെന്താണ് നോക്കണം. അപ്പോൾ തൻ്റെ അറിവിൽ തനിക്കെല്ലാം അറിയാവുന്ന ഒരു ഭാവമായിരുന്നു. എന്നാൽ തനിക്ക് യഥാർത്ഥത്തിൽ ഈ സത്യവചനം അറിയാൻ കഴിഞ്ഞില്ല. ഈ സത്യവചനം എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും പ്രിയമുള്ളവരെ? അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ പറ്റൂ. ഈ വേദപുസ്തകം എത്രയോ ജ്ഞാനികൾ വായിച്ചിട്ട് അവർക്ക് ഗ്രഹിക്കാതെ പോയി, അല്ലേ? മഹാത്മാഗാന്ധി പിന്നെ എത്രയോ ബുദ്ധിമാനായ മനുഷ്യനായിരുന്നു. താൻ എപ്പോഴും ഒരു പുതിയ നിയമം കയ്യിൽ വയ്ക്കുമായിരുന്നു. എന്നാൽ ഒരിക്കൽ സാധു സുന്ദർ സിംഗ് തന്നോട് ചോദിച്ചു, പിന്നെ മഹാത്മാഗാന്ധി ചോദിച്ചു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ, നിങ്ങൾക്ക് സത്യം കിട്ടിയോ? അപ്പം താൻ പറയുന്നത്, ഞാനൊരു സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുക, എനിക്കിതുവരെ ലഭിച്ചില്ല. നോക്കണം. അപ്പം യഥാർത്ഥ സത്യമാണെന്ന് അവകാശപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് സത്യം ലഭിക്കുകയോ രക്ഷിക്കപ്പെടാൻ ഇടയാവുകയോ ചെയ്തില്ല. എത്രയോ ദുഃഖകരമായ കാര്യമാണ്. അതിനൊരു കാരണമുണ്ട് പ്രിയമുള്ളവരെ. കാരണം ഇത് നമുക്ക് ലോകജ്ഞാനത്തിലൂടെ നേടുവാൻ കഴിയുന്നൊരു കാര്യമേ അല്ല. നമ്മൾ 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ എത്ര ശ്രദ്ധേയമായ കാര്യമാണ്. ലളിതമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ വായിക്കാം. 1 Corinthians chapter 2 verse 10-14. അപ്പോൾ അവിടെ വായിക്കുന്നത്, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. കണ്ടോ, നമുക്ക് എങ്ങനെ വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞേ? ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിക്ക് ഇത് മനസ്സിലാകുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ പ്രിയമുള്ളവരെ? നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഈ ലോകത്തിൻ്റെ ജ്ഞാനിക്ക് ഇതൊന്നും അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ ദൈവത്തിന് വചനം പറയുന്നു, നമുക്കോ ദൈവത്തിൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അതുകൊണ്ട് തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പം ദൈവം നമുക്ക് തന്നിട്ടുള്ള ദൈവത്തിൻ്റെ വചനം അത് നമുക്ക് അറിയാനായിട്ട്
ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു. ചിന്തിക്കുക. അതുകൊണ്ടല്ലേ റോമർ 8:9 വായിക്കുന്നത്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഇത് നമുക്ക് ഈ ലോകത്തിൽ ജനിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു കാര്യമല്ല, അത് വീണ്ടും ജനനത്തിലൂടെ ലഭിക്കുന്ന കാര്യമാണ്. ഈ വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിക്ക് ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയത്തില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നിട്ട് വീണ്ടും പറയാണ്, ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യനും ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് പോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകിയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. കണ്ടോ, പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കാത്ത ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്ന കാര്യമാണ് പ്രാകൃതൻ, ജഡികൻ, ആത്മീകൻ, ഇങ്ങനെ 3 നിലവാരമുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ പ്രാകൃതൻ എന്ന് പറയുമ്പോൾ അവർ വീണ്ടും ജനിക്കാത്തവർ, ദൈവാത്മാവില്ലാത്തവർ, അവർ പ്രാകൃതന്മാർ. അതിനെക്കുറിച്ച് യൂദായുടെ ലേഖനത്തിൽ ഒരു വാക്യം ഉണ്ട്. യൂദായുടെ ലേഖനം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. യൂദായുടെ ലേഖനത്തിൽ നിന്നും ഞാനൊരു വാക്യം വായിക്കാം. അവരെ കുറിച്ച് പറയുന്നത് അതിന്റെ 19 വാക്യം. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. അവർ ആത്മാവില്ലാത്തവരാണ് എന്ന് പറഞ്ഞാൽ അവരിൽ മനുഷ്യാത്മാവില്ലെന്നല്ല, മനുഷ്യാത്മാവ് മനുഷ്യനായി ജനിച്ച എല്ലാവരിലും ഉണ്ട്. എന്നാൽ ആ ആത്മാവും യഥാർത്ഥത്തിൽ ഇപ്പോൾ ശരിക്കുള്ള ഫംഗ്ഷനിലല്ല എന്നുള്ളത് വേറൊരു കാര്യം. അത് വീണ്ടും ജനനത്തിലൂടെ മാത്രമേ അത് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കണം ദൈവമക്കളെ. എന്നെ കേൾക്കുന്നവരിൽ രക്ഷിക്കപ്പെടാത്തവർ കാണും. നിങ്ങൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ ആത്മീയ കാര്യങ്ങൾ, അതുകൊണ്ടല്ലേ പലരിപ്പോഴും നമ്മൾ പറയുന്ന ഈ ആത്മീയ ഉപദേശങ്ങൾ പോലും പോട്ടെ, അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ദൈവവചനത്തോട് യാതൊരു പ്രതിപത്തിയില്ലാതെ ദൈവവചനത്തെ തള്ളിക്കളയുന്ന എത്രയോ പേരെ നമുക്ക് കാണാം. അതൊക്കെ ഒരു വഞ്ചനയുടെ ആത്മാവാണ്. അവര് ലോകത്തിന്റെ ആത്മാവരെ അല്ലെങ്കിൽ പൈശാചിക ആത്മാവരെ ഭരിക്കുന്നതുകൊണ്ടാണ്. ഇത്രയും ലളിതമായി ദൈവവുമായി ബന്ധപ്പെടാനുള്ള വഴികൾ പഠിപ്പിക്കുമ്പോൾ അതൊന്നും അറിയാനുള്ള താല്പര്യമില്ല. നമ്മൾ ചിന്തിക്കണം, നമ്മൾ യഥാർത്ഥമായും ലക്ഷ്യബോധമുള്ളവരാണോ? നമ്മുടെ ഈ ജീവിതയാത്ര എങ്ങോട്ടാണ്? എൻ്റെ മരണാനന്തരം എൻ്റെ നിത്യത ഞാൻ എവിടെ ചെലവഴിക്കും? ഇതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. നമ്മൾ അറിയേണ്ട സത്യങ്ങളെ ഉണ്ട്. വെച്ച് അറിഞ്ഞില്ലെങ്കിൽ ദൈവമക്കളെ പിന്നീട് നമുക്ക് അറിയാനായിട്ട് അവസരമില്ല. ആ ധനവാന്റെ ലാസറിന്റെ കഥയൊക്കെ നിങ്ങൾക്ക് കഥയല്ല, സംഭവം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ആ ധനവാന്റെ വീട്ടിൽ ദൈവത്തിന്റെ വചനം ഉണ്ടായിരുന്നു. മോശയും പ്രവാചകന്മാരും എഴുതിയ പുസ്തകം ഉണ്ടായിരുന്നു. എന്നാൽ താൻ അതൊന്നും വായിക്കുകയോ അതിനോടുള്ള അനുസരണ മനോഭാവം കാണിക്കുകയോ ചെയ്തില്ല. അപ്പോൾ ആ തീയിൽ, ആ യാതനാ സ്ഥലത്ത് വേദന അനുഭവിക്കുമ്പോൾ അബ്രഹാം പിതാവ് പറയാണ്, അതെ, അവിടെ പ്രവാചകന്മാർ എഴുതി തന്ന പുസ്തകമുണ്ട്, മോശയും പ്രവാചകന്മാരും എഴുതിയ പുസ്തകമുണ്ട്. അത് അവർ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഇവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ അവരുടെ അടുക്കൽ ചെന്നാലും അവർ വിശ്വസിക്കത്തില്ല. ചിന്തിക്കണം, ദൈവവചനത്തെ വിശ്വസിച്ച് കൈക്കൊള്ളുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അപ്പോൾ നമുക്ക് യഥാർത്ഥമായ ജ്ഞാനം എന്താണെന്നുള്ളത് അറിയണം, അല്ലേ? നമ്മൾ മീകാ പ്രവചനം 6:9 പറയുന്നത് യഹോവയോടുള്ള ഭക്തി തന്നെ ജ്ഞാനം എന്നാണ്. യഹോവയോടുള്ള ഭക്തിയാ ജ്ഞാനം. അതേ കാര്യം ഇയ്യോബ് 28:28 പറയുന്നുണ്ട്. യഹോവയോടുള്ള ഭക്തിയാണ് ജ്ഞാനം. അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ദൈവഭയം നമ്മളെ ഭരിക്കുന്നതാണ് ജ്ഞാനം. ദോഷം അകറ്റി നടക്കുന്നത് തന്നെ വിവേകം. അപ്പോൾ ദൈവഭയമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദോഷമകന്ന് ജീവിക്കാൻ കഴിയൂ. ചിന്തിക്കുക. അപ്പോൾ നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന ഈ ജ്ഞാനം എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവാണ്, ദൈവത്തിന്റെ ജ്ഞാനം. നമ്മൾ 1 കൊരിന്ത്യർ അതിന്റെ 1-ാം അധ്യായം 24-ാം വാക്യത്തിൽ വായിക്കുന്നത്, ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവജ്ഞാനവുമായ ക്രിസ്തുവാണ് യഥാർത്ഥമായ ജ്ഞാനം. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഈ ക്രിസ്തു നമ്മളിൽ ഇല്ലെങ്കിൽ
നമ്മൾ യഥാർത്ഥത്തിലുള്ള ജ്ഞാനികളായിരിക്കുന്നില്ല. എന്നാൽ ഇന്ന് ലോകപ്രകാരമുള്ള ജ്ഞാനത്തിൽ പ്രശംസിച്ച് ഞങ്ങൾ വലിയ ആൾക്കാരാണ്, ഞങ്ങൾക്ക് വലിയ അറിവുണ്ടെന്നൊക്കെ പ്രശംസിക്കുന്നവർ ക്രിസ്തുവിനെ കൂടാതെ ജീവിച്ച് നടക്കുക. അവരിൽ ദൈവത്തിന് പ്രസാദമുണ്ടോ? നമ്മൾ ചിന്തിക്കണം. ഒരു പഠിത്തമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, വായിക്കാനോ എഴുതാനോ അറിയത്തില്ലാത്ത ഒരു വ്യക്തി അവർ കർത്താവിനെ കൈക്കൊണ്ടു കഴിഞ്ഞാൽ അവർ ഈ ലോകത്തിലെ എല്ലാ ജ്ഞാനികളെക്കാളും ജ്ഞാനിയായി മാറുക. കാരണം അവർക്ക് നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പുണ്ട്. നോക്കുക, ഈ ലോക ജ്ഞാനികൾക്കൊക്കെ ഈ ലോകപരമായ കാര്യങ്ങളുടെ അറിവല്ലാണ്ട് അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. എന്നാൽ ഒരു വീണ്ടും ജനിച്ച ദൈവത്തിന് നിത്യതയെക്കുറിച്ചുള്ള അറിവുണ്ട്. ഭാവിയിൽ ഈ ലോകത്ത് പോലും എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ അറിവ് ഈ വചനത്തിലൂടെ അവർക്കുണ്ട്. കർത്താവ് വരുമെന്നും കർത്താവിൻ്റെ വരവിൽ ദൈവസഭ ഇവിടുന്ന് മാറ്റപ്പെടുമെന്നും അതിനുശേഷം ഈ ലോകം 7 വർഷം പീഡനകാലം, മഹോദ്രവകാലമാണെന്നും ആ മഹോദ്രവകാലം കഴിഞ്ഞ ശേഷം കർത്താവ് തന്റെ വിശുദ്ധന്മാരുമായി ഈ ലോകത്തെ 1000 വർഷം ഭരിക്കുമെന്നും 1000 വർഷം ഭരണാനന്തരം ഗോഗുമാഗോഗ് യുദ്ധത്തോടുകൂടി ഈ ലോകത്തിന്റെ കാര്യങ്ങൾ അവസാനിക്കുന്നു, പിശാചിനെ എന്നേക്കുമുള്ള നിത്യാഗ്നിക്ക് തള്ളിക്കളയുന്നു, അവസാനം ആകാശവും ഭൂമിയും മാറിപ്പോകുന്നു, പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നു. അങ്ങനെ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ വാസം. നോക്കുക, യാതൊരു പഠിത്തവും ഇല്ലാത്ത ഒരു വിശ്വാസിക്കും ഈ ഭാവിയിലേക്കുള്ള നിത്യതയിലേക്കുള്ള കാര്യങ്ങൾ അറിയാം. എങ്ങനെ അറിയാം? പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ, തിരുവചനത്തിന്റെ പ്രകാശനത്തിലൂടെ അവർക്കറിയാൻ കഴിയും. നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ടല്ലേ നമുക്ക് ഈ ജ്ഞാനം, ഈ ലോകത്തിലെ ജ്ഞാനമല്ല, നമുക്ക് ഈ ജ്ഞാനം ആരാ തരുന്നേ? നമ്മൾ സദൃശ്യവാക്യം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നത്, യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവന്റെ വായിൽ നിന്നും പരിജ്ഞാനവും വിവേകവും വരുന്നു. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ നിന്നും പ്രാപിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് യാക്കോബ് തന്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ പ്രസിക്കാതെ എല്ലാവർക്കും അത് ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. കണ്ടോ, എത്ര വിലപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ചിന്തിക്കുക, നമുക്ക് യഥാർത്ഥമായിട്ടും ഉള്ള ഈ ജ്ഞാനം ലഭിച്ചാൽ അവനൊരിക്കലും ജ്ഞാനത്തിൽ പ്രശംസിക്കത്തില്ല, അവൻ വീണ്ടും താഴത്തേ ഉള്ളൂ. അതേ യാക്കോബ് തന്നെ പറയുന്ന ഒരു കാര്യം കൂടെ കേട്ടു. അതിന്റെ 3-ാം അധ്യായം 13-ാം വാക്യം, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവർത്തികളെ കാണിക്കട്ടെ. കണ്ടോ, അപ്പോൾ ലോകജ്ഞാനം ഒരുവനെ നിഗളിയാക്കുമ്പോൾ സ്വർഗീയ ജ്ഞാനം ഒരുവനെ താഴ്മയുള്ളവനാക്കുന്നു, വിനയമുള്ളവനാക്കുന്നു, സൗമ്യതയുള്ളവനാക്കി മാറ്റുന്നു. എത്ര വ്യത്യാസമല്ലേ? അതാ ദൈവമക്കളെ, നമ്മൾ ഈ ലോകപ്രകാരം. അതുകൊണ്ട് ദൈവോട് പറയാണ്, ജ്ഞാനിതന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. എന്നിട്ട് പിന്നെ പറഞ്ഞെന്താ? ബലവാൻ തന്റെ ബലത്തിലും പ്രശംസിക്കരുത്. നമുക്കറിയാം, നമ്മള് 2 ദിനവൃത്താന്തം 2 ക്രോണിക്കൽ അതിന്റെ 26-ാം അധ്യായം 26 അധ്യായം 2 ക്രോണിക്കൽ 26 അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ ഉസിയ രാജാവിനെ കുറിച്ച് കാണുന്നത്, ദൈവമയത്തിൽ അവനെ ഉപദേശിച്ച സക്കര്യാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. നോക്കുക, ഈ ഉസിയാവ് ദൈവത്തിന്റെ പുരോഹിതന്മാരുടെ ആലോചന കേട്ട് ദൈവത്തെ അന്വേഷിച്ച് താൻ മരിച്ച കാലമെല്ലാം തനിക്ക് ഉന്നതി ഉണ്ടായി, അഭിവൃദ്ധി ഉണ്ടായി. എന്നാൽ വളരെ ദുഃഖകരമായൊരവസ്ഥ അതിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. ഉണ്ടോ ദൈവമക്കളെ? നമ്മൾ ചിന്തിക്കണം. പിന്നെ സംഭവിച്ചറിയാലോ, ധൂപം കാട്ടുവാനായിട്ട് പുരോഹിതന്മാരെ ധിക്കരിച്ച് അകത്ത് കയറി
അവസാനം അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി, അവനൊരു കുഷ്ഠരോഗിയായി കഴിഞ്ഞു. ഞാനെല്ലാം വായിച്ച് കേൾപ്പിക്കണ്ടല്ലോ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ നിഗളം വരുത്തി വയ്ക്കുന്ന ദോഷം എത്ര ഭയങ്കരമാണ്. അപ്പോൾ ബലവാൻ തൻ്റെ ബലത്തിൽ അഹങ്കരിക്കാൻ പാടില്ല. അത് അവന് എത്ര വലിയ ദുഃഖകരമായ അവസ്ഥ ഉണ്ടാക്കും. നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വായിക്കാൻ കഴിയും. ഞാൻ ഒരുപാടൊന്നും വായിക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ബലം ആരായിരിക്കണം? ദൈവമായിരിക്കണം. ദൈവത്തിലുള്ള ആശ്രയം. ദൈവം നമുക്കറിയാം, 18-ാം സങ്കീർത്തനത്തില് ദാവീദ് പറയുന്ന കാര്യം 18-ാം വചനം, സംഗീതമൊക്കെ 18-ാം സങ്കീർത്തനം 1-ാം വാക്യം, എന്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എങ്ങനെയാ എന്റെ ബലമായ യഹോവ? എന്റെ ബലം എന്നുള്ളത് ദൈവമാണ്. എത്ര വലിയ കാര്യമാണ് ഇവിടെ. നെഹമ്യാ പറഞ്ഞു, നെഹമ്യാ 8:10 അവസാനം, യഹോവെങ്കിൽ സന്തോഷം എന്റെ ബലമാവുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കറിയാം യഥാർത്ഥത്തിൽ ഉള്ള ബലം എന്ന് പറയുന്നത് ദൈവാശ്രയത്തിലുള്ള കാര്യമാണ്. അങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിൽ? നമുക്ക് ഏത് പരിസ്ഥിതിയും കടന്നു പോകാൻ ഈ ആശ്രയം നമുക്ക് കഴിയും. യഹോവ എൻ്റെ ബലമാണ് എന്ന് പറയുവാൻ ഒരു ഭക്തന് കഴിയണം എന്നുള്ളതാണ് നമുക്ക് തിരുവചനത്തിലൂടെ കാണാൻ കഴിയുന്നത്. നമ്മൾ 84-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം കൂടെ ഞാനൊന്ന് വായിക്കാം. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ടോ, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ തന്റെ ബലമായി കണ്ടുകൊണ്ട് ജീവിക്കുന്നവൻ. അതിലെ പൗലോസിലെ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. എത്ര വിലപ്പെട്ട കാര്യമതിയോ മക്കളെ. നമ്മൾ ചിന്തിക്കാം, ഇന്ന് നമ്മൾ നമ്മുടെ ലോകപരമായിരിക്കുന്ന ഏതെങ്കിലും കാര്യത്തെ നമ്മുടെ ബലമായി കണ്ടുകൊണ്ട്, അല്ലെ, ഇന്ന് അനേക വിഷയങ്ങൾ അങ്ങനെ ബലമായി കണ്ടുകൊണ്ട് ജീവിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്. എന്നിട്ട് അവസാനം പറയാണ്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. ചിന്തിക്കണം പ്രിയമുള്ളവരെ, ഇതെല്ലാം പ്രശംസാ വിഷയമായി മാറാവുന്ന ചതിക്കുഴികളാണ്. ധനമുണ്ടായി കഴിയുമ്പോൾ എത്രയോ പേരാ, അല്ലെ, എത്രയോ പേര് ധനമുണ്ടായി കഴിയുമ്പോൾ ദൈവത്തെ മറന്ന് ദൈവമില്ലാത്തവരായി ജീവിക്കാറുണ്ട്. നമ്മൾ പൗലോസ്ലീഹ തിമോഥെയോസിനെ എഴുതുമ്പോൾ അവിടെ നല്ലൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അത് അതിന്റെ 1 തിമോത്തി 6-ാം അധ്യായം അതിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യമാണ്. ഈ ലോകത്തിൽ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായും ദാനശീലരും ഔദാര്യമുള്ളവരുമായും സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക, കൽപ്പിക്കുക. വളരെ വലിയൊരു കാര്യമാണ് പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്ന ആലോചന അത് എത്ര ശ്രേഷ്ഠമാണ്. ഈ ധനത്തോടുള്ള ബന്ധത്തിൽ സദൃശ്യവാക്യത്തിൽ പറയുന്ന ഒരു നല്ല മുന്നറിയിപ്പുണ്ട്. അത് ഞാൻ നിങ്ങളെ വായിച്ചേൽപ്പിക്കാം. 23-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളാണ്. സദൃശ്യവാക്യം പ്രൊവേഴ്സ് ചാപ്റ്റർ 23 വേഴ്സ് 4 and 5. ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടുകളയുക. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അത് ഇല്ലാതെയായി പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്ക് എന്ന പോലെ അത് ചിറകെടുത്ത് പറന്നു കളയും. എത്ര കൃത്യമാണ്. വളരെ ധനാഠ്യരായിരിക്കുന്ന അനേക ജീവിതങ്ങളിൽ അവരുടെ ജീവിതത്തിൽ ഇന്ന് അവരുടെ തലമുറകൾ വളരെ യാചകരെ പോലെ ദരിദ്രരായി ജീവിക്കുന്നതാണെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ തിരുവചനം വ്യക്തമായി പറയുന്നു, ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയും. അതിന്റെ 21-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, കള്ളനാവ് കൊണ്ട് ധനം സമ്പാദിക്കുന്നത് പാറിപ്പോകുന്ന ആവയാകുന്നു, അതിനെ അന്വേഷിക്കുന്നവർ മരണത്തെ അന്വേഷിക്കുന്നു. നോക്കണം, എങ്ങനെയെങ്കിലും ധനമുണ്ടാക്കുവാൻ കുതന്ത്രങ്ങളിലൂടെ, തെറ്റായ വഴികളിലൂടെ, ചതിവിലൂടെയും വഞ്ചനയിലൂടെ അവരെന്താ ചെയ്യുന്ന പറഞ്ഞാൽ അവർ മരണത്തെ അന്വേഷിക്കുന്നു. ഈ ലോകത്തിലെ ധനത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്തിൽ എങ്ങനെയുള്ള എത്രയോ പേരാ ധനത്തിന്റെ മോഹം കൊണ്ടല്ലേ ഗേഹസി എന്നേക്കും കുഷ്ഠരോഗിയായി മാറിയത്. ധനത്തിന്റെ മോഹം കൊണ്ടല്ലേ ആഖാനും കുടുംബവും നശിച്ചത്.
നമ്മൾ ചിന്തിക്കണം. പ്രിയമുള്ളവരെ, ഈ ധനമോഹമല്ലേ വാസ്തവത്തിൽ ലോത്തിനെ എല്ലാം നഷ്ടപ്പെട്ടവനാക്കി മാറ്റിയത്. അവന്റെ കണ്ണിന് ഇമ്പമായി തോന്നിയ സോദോം ഗൊമോറ അത് തിരഞ്ഞെടുത്തു. അവിടെ ജീവിക്കുന്നവർ വളരെ ദുഷ്ടന്മാരായിരുന്നു. അവസാനം സോദോം ഗൊമോറ നശിപ്പിക്കുമ്പോൾ അബ്രഹാമിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ലോത്ത് വളരെ പ്രയാസത്തിൽ രക്ഷപ്പെട്ടു. ഭാര്യ നഷ്ടപ്പെട്ടു, മക്കള് തെറ്റിപ്പോയി. എത്ര ഭയങ്കരമായ എല്ലാ ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടില്ലേ പ്രിയമുള്ളവരെ. ഇതൊരു വളരെ ശക്തമായ മുന്നറിയിപ്പാണ്. ഇനിയും അതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും സദൃശ്യവാക്യം 28-ാം അധ്യായം, അവിടെ 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം അവിടെ വായിക്കുന്നത്, ധനവാനാകേണ്ടതിന് ബന്ധപ്പെടുന്നവനോ ശിക്ഷ വരാതിരിക്കുകയില്ല. അതിന്റെ ഈ പാട്ടാണ്. നോക്കണം, ധനവാനാകേണ്ടതിന് ബന്ധപ്പെടുന്നവനോ ശിക്ഷ വരാതിരിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമുക്ക് നേരായ പാതയിൽ ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരും. എന്നാൽ ധനവാനാകാൻ വേണ്ടിയിട്ട് കുറുക്കു വഴികൾ അല്ലെ തെറ്റായ മാർഗങ്ങൾ അവലംബിക്കുന്നവർക്ക് ശിക്ഷ വരാതിരിക്കുകയില്ല എന്ന. ഇനി അതിന്റെ തന്നെ 16-ാം വാക്യം അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ആ 16-ന്റെ ബി പാട്ട്, ദ്രവ്യാഗ്രഹം വെറുക്കുന്നവനോ ദീർഘായുസോടെ ഇരിക്കും. കണ്ടോ? അപ്പം ഈ ദ്രവ്യാഗ്രഹത്തെ നാം വെറുക്കണം. ഇങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരാൻ പാടില്ല. നോക്കുക, 2 യജമാനന്മാരെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. അത് ആരൊക്കെയാ? ഒന്ന് ദൈവവും മറ്റൊന്ന് പിശാചല്ല, ധനം. അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ കർത്താവ് പറഞ്ഞു, 2 യജമാന്മാരെ സേവിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തിനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റി ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയില്ല. മാമോൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ധനം. ചിന്തിക്കുക പ്രിയമുള്ളവരെ. അപ്പൊ ഇവിടെ ആദ്യത്തെ ഒരു മുന്നറിയിപ്പ്, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ ജ്ഞാനത്തിൽ പ്രശംസിക്കാൻ പാടില്ല. പ്രിയമുള്ളവരെ, നമ്മൾക്ക് സ്വർഗീയ ജ്ഞാനം ആവശ്യം. അത് ക്രിസ്തുവാ. ഈ ക്രിസ്തുവിനെ നമ്മൾ നേടുന്തോറും നമ്മൾ ക്രിസ്താനുരൂപരായി, വളരെ വിനയാന്വിതരായി, കർത്താവിന്റെ സ്വഭാവമുള്ളവരായി നമ്മൾ മാറുക. അപ്പോൾ നമ്മൾ ജ്ഞാനത്തിൽ, ഈ ലോകത്തിലെ ജ്ഞാനികൾ അവരുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കും. എന്നാൽ ദൈവത്തിന്റെ അല്ലെങ്കിൽ സ്വർഗീയമായ ജ്ഞാനം അവനെ വീണ്ടും താഴ്മയുള്ളവനാക്കി അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപനാക്കി മാറ്റും. വീണ്ടും പറഞ്ഞത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്. ആ പ്രശംസ ഒരിക്കൽ നമുക്കറിയാം, നെബൂഖദ്നേസർ അഹങ്കരിച്ചു. ഞാൻ എന്റെ പ്രതാപ മഹത്വത്തിനായി നിർമ്മിച്ച മഹതിയാം ബാബേലല്ലയോ എന്ന് പറഞ്ഞാൽ തന്റെ കഴിവിൽ, ധനത്തിൽ താൻ പ്രശംസിച്ചു. സംഭവിച്ചെന്തുവാ? 7 വർഷക്കാലം പോയി കാട്ടിൽ പുല്ല് തിന്നേണ്ടി വന്നു. മൃഗങ്ങളെ പോലെ പുല്ല് തിന്നൊരവസ്ഥ. എത്ര ഭയങ്കരമാ! ദൈവത്തിന്റെ ആ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. എന്നിട്ട് 3-ാമത് പറയുകയാണ്, തന്റെ ധനത്തിൽ പ്രശംസിക്കാൻ പാടില്ല. ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കാൻ പാടില്ല. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമുക്ക് ധനം, നിശ്ചയമായിട്ടും ധനം ഒരു തെറ്റായ കാര്യമല്ല. ശരിയായി ഉപയോഗിക്കാമെങ്കിൽ, അതിനെ ഒരു അടിമയാക്കി വെക്കാമെങ്കിൽ, അതിന് നമ്മുടെ യജമാനന്റെ സ്ഥാനം കൊടുക്കാതിരിക്കാമെങ്കിൽ നല്ല കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ അനേക നിലയിൽ മഹത്വപ്പെടുത്താൻ പറ്റും. എന്നാൽ ചിന്തിക്കണം, നമ്മളിൽ ഇതിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു പ്രശംസയുണ്ടോ? പാടില്ല. എന്നിട്ട് എന്തിലൊക്കെ പ്രശംസിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. അത് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ ന്യായം, ദൈവത്തിന്റെ നീതി. ഈ കാര്യങ്ങൾ അറിയുന്നതിലാണ് നമ്മൾ പ്രശംസിക്കേണ്ടത്. ഞാൻ ആ കാര്യങ്ങൾ കർത്താവ് അനുവദിച്ചാൽ നാളത്തെ ക്ലാസ്സിൽ അല്പം കൂടെ വിശദമായിട്ട് പറയാം. ഇപ്പോൾ സമയമായതുകൊണ്ട് ഞാൻ ഇവിടെ ഇപ്പോൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കണം, ഈ ലോകത്തിൽ അനേകരും തെറ്റിപ്പോയിരിക്കുന്ന വല്ലാത്ത ചതിക്കുഴികളാണ് ഈ ലോകത്തിന്റെ ജ്ഞാനം, ഈ ലോകത്തിലെ ബലം, ഈ ലോകത്തിന്റെ ധനം. അങ്ങനെ വരുമ്പോൾ അതിലുള്ള ആശ്രയം, അതിലുള്ള പുകഴ്ച, അത് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റും. ദൈവദൃഷ്ടിയിൽ അവർ വലിയ ഭാവികളായി മാറും.
അങ്ങനെ വരാതിരിക്കാൻ സൂക്ഷിക്കുക, കരുതുക. ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ആ പത്യോപദേശങ്ങൾ അത് മുറിപിടിക്കുക, ജയാളിയായിട്ട് ജീവിക്കാം, കർത്താവിനെ പ്രസാദിപ്പിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിനായി ജീവിക്കാം. അതിനായി ദൈവമായ കർത്താവ് വചനങ്ങളാൽ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ.